അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം അള്ളാഹുവിൻ്റെ മഹത്തായ അപരനാമമായ ആ ഇസ്മുൽ ആദം പരിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിച്ച ഭാഗങ്ങളെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ. എന്നാൽ പരിശുദ്ധ ഖുർആനിലൂടെ പല സ്ഥലങ്ങളിലും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും നാം അതിനെ ഒന്നായി വിശദീകരിക്കുമ്പോൾ മണിക്കൂറുകൾ അതിന് ആവശ്യമായി വരും. അപ്പോൾ അതിന് എനിക്കും പ്രയാസവും നിങ്ങൾക്കും പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ പല ഘട്ടങ്ങളിലായി അല്പാൽപമായി കൊണ്ടാണ് വിശദീകരിക്കുന്നത്. ഇസ്മുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അപരമായ നാമമാണ്. അതുകൊണ്ട് ആര് ചോദിക്കുന്നുവോ അത് അള്ളാഹു താല അവന് ചോദിച്ചത് നൽകും. ആ ദുആക്ക് അവൻ ഉത്തരം നൽകും. അത്രയും മഹത്തായ അപരനാമമാണ് ഇസ്മുൽ ആദം. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കുറെ സമ്പത്തുണ്ടാക്കിയത് കൊണ്ടോ ദാരിദ്ര്യം ഇല്ലാതെയാക്കിയത് കൊണ്ടോ മനസ്സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുകയില്ല. ഉയർന്ന ഏകിക ജീവിതമല്ല നമുക്ക് സന്തോഷം നൽകുന്നത്, മറിച്ച് ഉന്നതമായ സാംസ്കാരികതയും ആത്മവിശ്വാസവും നമ്മൾക്ക് സംതൃപ്തി, സന്തോഷവും ആനന്ദവും നൽകുന്നു. മനസ്സിൽ ഇരുണ്ടുകൂടിയതായ മാലിന്യത്തെ നീക്കം ചെയ്യാത്ത കാലത്തോളം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളും അവന് കേൾക്കാൻ സാധിക്കുകയില്ല, അതവന് ഉപകരിക്കുകയുമില്ല. കണ്ണ് കാണാത്തവന് കണ്ണാടി കാണിച്ചു കൊടുക്കുന്നത് പോലെയാകുന്നു എന്നാണ്. അപ്പോൾ നാം ചിന്തിക്കേണ്ടത്, ചില പരിശുദ്ധമായ ഖുർആനിൻ്റെ വചനങ്ങളെ ചില ആളുകളെ ചിന്തിപ്പിക്കുകയും ഉയർന്ന സ്ഥാനത്തിൽ എത്തിക്കുകയും ചെയ്യും, വലിയ ഉന്നത പദവിയിലെത്തിക്കും. പക്ഷേ പരിശുദ്ധ ഖുർആനിൻ്റെ ചില വചനങ്ങൾ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോവുകയും ചെയ്യുന്നു. ചില ആളുകൾ അത് കേൾക്കുമ്പോൾ മഹാനായ അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആദ്യമായി കൊണ്ട് വിശ്വസിച്ചത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി പദവിയിലേക്ക് കൊണ്ടുവന്നു. ഒറ്റ വചനം, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന വാക്ക് നബിയിൽ നിന്ന് വീണതോടുകൂടെ അദ്ദേഹം അത് ഉൾക്കൊണ്ടു. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിൻ്റെ ആദ്യത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും മഹത്വമേറിയ ഹൈറായ സൂര്യോദയം നടന്നത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ മേലാണ്. അമ്പിയാക്കൾക്ക് ശേഷം എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ വിശേഷിപ്പിച്ചതും അതാണ് സ്ഥാനം നൽകി. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉറ്റവരും ഉടിയവരും കുടുംബക്കാരനുമായ മൂത്താപ്പയായ അബൂ ലഹബ് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ മറുപടി, തബ്ബലക സ്വാഇറൽ അയ്യാമി അലിഹാദ അജ്മഅതന, മുഹമ്മദെ, നീ ഇതിനാണോ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് എന്നൊന്നും നാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വാക്ക് കൊണ്ട് പരിശുദ്ധ ഖുർആൻ അതേ വാക്കിൽ എന്തായി, അദ്ദേഹത്തെ ശപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി നൽകി, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. നബിയെ തങ്ങൾ പറയുക, അബൂ ലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ, നശിച്ചു. ആ വാക്ക് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഈ മനുഷ്യനെ ഏറ്റവും അല്ലാഹു സുബ്ഹാനഹു വ തആല തരം താഴ്ത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇസ്മുൽ ആദം കൊണ്ട് ഇബാദത്ത് ചെയ്യുകയും അതനുസരിച്ച് കൊണ്ട് ജീവിക്കുകയും അതുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു ആര്? ആസിം ബിൻ വർഖയ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹമാണ് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ സാന്നിധ്യത്തിൽ കണ്ണു ചിമ്പി നീച്ചപ്പോഴേക്ക് ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം കൊണ്ടുവന്നത്. എന്നാൽ അതേപോലെ ഇസ്മുൽ ആദം നൽകിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആര്? ബൽആം ബിൻ ബഅൂറ എന്ന് പറയുന്ന വ്യക്തി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹം ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്തിരിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് വീഴുന്ന ആ കാര്യങ്ങളെ അവരെല്ലാം എഴുതെടുക്കുകയും അതുപോലെ തന്നെ അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പ്രാർത്ഥിച്ചാലും അല്ലാഹു തആല ഉത്തരം നൽകുകയും ചെയ്തിരുന്ന ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ആര്? ബൽആം ബിൻ ബഅൂറ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന് പറ്റിയതെന്നറിയാം,
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എതിരിൽ പ്രാർത്ഥിച്ചു എന്നുള്ളത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള മഹത്തായ ഇസ്മുല്ലാദവനെ ഊരിയെടുത്തു, അതിന് പുറത്തെടുത്ത് കളഞ്ഞു. ആ കാര്യം ഖുർആനിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വത്ലു അലൈഹിം, നബിയെ തങ്ങൾ അവരുടെ മേൽ ഓതി കേൾപ്പിക്കുക, നബ അല്ലദീ ആതൈനാഹു ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നൽകിയ ഒരുത്തന്റെ വാർത്ത, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകിയ ഒരുത്തന്റെ കാര്യം, വാർത്ത അവരുടെ മേൽ നബിയെ തങ്ങൾ ഓതി കേൾപ്പിക്കുക. എന്താ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് കൊണ്ട് മഹത്തായ ഇസ്മുല്ലാദമാണ്. ഫൻസലഖ മിൻഹാ, അതിനെ അദ്ദേഹത്തിൽ നിന്ന് നാം ഊരിയെടുത്തു. മൂസാ നബിക്ക് എതിൽ പ്രാർത്ഥിച്ചതാണ്. ഇസ്മുല്ലാദ് എന്ന മഹാ വ്യക്തിത്വമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ചില കാര്യങ്ങളെ കൊണ്ട് ഉന്നത പദവിയിലെത്തും. പദവിയിലെത്തിയ ആളുകൾ ദരിദ്രനെ സമ്പന്നനും സമ്പന്നനെ ദരിദ്രനുമാക്കും എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം ആ കാര്യം ഫൻസലഖ മിൻഹ, അദ്ദേഹത്തിൽ നിന്ന് അതിനെ നാം ഊരിയെടുത്തു, പുറപ്പെടുവിച്ചു. ഫഅത്ബഅഹു ശൈത്വാനു, ശൈത്താൻ അദ്ദേഹത്തെ പിൻപറ്റി. ശൈത്താൻ അദ്ദേഹത്തിന് പ്രചോദനം നൽകി, കിട്ടിയതായല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഫകാന മിനൽ ഗാവീൻ, ഫകാന മിനൽ ഗാവീൻ, അവൻ വഴി പിഴച്ചവനും പരാജയപ്പെട്ടവനുമായി. ഫക്കാനാപ്പുള്ളവനായി മിനൽ ഗാവീൻ, വഴി പിഴച്ചവരുടെ കൂട്ടത്തിൽ, പരാജിതരുടെ കൂട്ടത്തിൽ, ഏറ്റവും നഷ്ടകാരികളിൽ പെട്ടുപോയി. പക്ഷെ അള്ളാഹ് പറയാണ് വലൗശിഇന, നാം ഉദ്ദേശിക്കുകയായിരുന്നെങ്കിൽ, അതിലറഫഅനാഹു ബിഹ, അത് കാരണമായി കൊണ്ട് അവനെ ഞാൻ ഉയർത്തിയിരുന്നു. വലാകിന്നഹു അഖലദ ഇലൽ അർദ്, പക്ഷേ അവൻ ഭൂമി ശാശ്വതമാണ്, സമ്പത്ത് ശാശ്വതമാണ്, എനിക്ക് എന്നും ഇവിടെ എല്ലാറ്റിനും കഴിയുമെന്നുള്ള ഒരു വിചാരമാണ്, മാനസിക തലമാണ് അവരുണ്ടായത്. വത്തബഅ ഹവാഹു, അവന്റെ ശരീരച്ഛകള്, ദേഹച്ഛകള്, പരിശുദ്ധമായ വചനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അവന്റെ ശരീരം ആഗ്രഹിക്കുന്നതോളം പിൻപറ്റി. ഫമസലഹു, അവന്റെ ഉദാഹരണം അല്ലാഹ് പറയുന്നു, കമസലിൽ കൽബ്, അവൻ നായയെ പോലെയാണ്. ഇൻതഹമിൽ അലൈഹി യൽഹസ് ഔ തത്റുകുഹു യൽഹസ്, നീ അതിനെ വിട്ടുകളഞ്ഞാലും നീ അതിനെ ആക്രമിച്ചാലും അത് നാക്ക് തൂക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ നായ എന്ന് പറഞ്ഞത് നമ്മൾ വേട്ടക്കൊക്കെ ഉപയോഗിക്കുന്ന നായയാണ്. നായക്ക് ഒരു ജീവിയാണ്. പക്ഷേ ഈ നായക്ക് മാരകമായ ഒരു രോഗം പിടിപെട്ടാൽ, വേപ്പ് എന്ന് പറയുന്ന ഒരു രോഗം പിടിപെട്ടാൽ അതിൻ്റെ നാക്ക് എപ്പോഴും തൂങ്ങിക്കിടക്കും. എപ്പോഴും തൂങ്ങിക്കിടക്കും. അത് കിതച്ചോടും കേലകളൊരുക്കും. പക്ഷേ ആ മാരകമായ അണുക്കളെങ്ങാനും നമ്മളുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? അതിൻ്റെ അടുത്ത് ആരും അടുക്ക് പോലുമില്ല. ഈ ഒരു ഉദാഹരണത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഉദാഹരിച്ചത്. ആ മനുഷ്യനെ കണ്ടോ, കമസലിൽ കൽബ്, അവൻ കൽബിനെ പോലെയായി. ذلك مثل القوم الذين كذبوا بآياتنا, ഇപ്രകാരമാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നവരുടെ ഉദാഹരണം. ഫഖസുൽ ഖസസ ലഅല്ലഹും യതഫക്കറൂൻ, അതുകൊണ്ട് നബിയെ തങ്ങൾ ഈ കഥകൾ, ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവർ ചിന്തിക്കുന്നവരാകാൻ വേണ്ടി. അപ്പം ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ ചില കാര്യങ്ങളെ കൊണ്ടൊക്കെ ശ്രേഷ്ഠമാക്കും. അതേ കാര്യങ്ങളെ കൊണ്ട് അങ്ങേയറ്റം തരം താഴ്ത്തുകയും ചെയ്യുമെന്നുള്ള ബോധം നമുക്ക് വേണം. നമുക്ക് കുറെ സമ്പത്തുണ്ട്, കുറെ ജനവാചാലതയുണ്ട്, കുറെ പിന്തുണകളുണ്ട്, വളരെ ശാരീരികമായ ശക്തിയുണ്ട്. ഇതുകൊണ്ടൊന്നും നമ്മൾക്ക് സന്തോഷം കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നമ്മുടെ ഈ ഇസ്മുല്ലാദം മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇസ്മുല്ലാദം ഫി ഹാതൈനിൽ ആയതൈനി, ഇസ്മുല്ലാദം ഈ രണ്ട് ആയത്തുകളിലാണ്. നമ്മൾ കുറേശ്ശെ വിശദീകരിക്കുകയാണ്, ആവശ്യക്കാരെയാണ് ഇത് നമ്മൾക്ക് കേൾക്കുന്നത്. അല്ലാതെ ഉസ്താദെ ആ കാര്യങ്ങൾ മാത്രം അങ്ങോട്ട് പറഞ്ഞാൽ പോരാ. അങ്ങനത്തെ ആളുകൾ പിന്നെ ഇത് നമ്മൾ കേൾക്കാൻ നിന്നിട്ട് കാര്യമില്ല. ആ കാര്യം മാത്രം കിട്ടിയിട്ട് നമുക്ക് അത് പോയിട്ട് പെട്ടെന്ന് സ്വർഗത്തേക്ക് പോകാൻ, പെട്ടെന്ന് നമുക്ക് ദുന്യാവ് കിട്ടുക, അങ്ങനത്തെ ഇതൊന്നും എന്താക്കാൻ പാടില്ല, ഇതിലുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ രണ്ട് ആയത്തിൽ ഒന്ന്, ഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാഹു വർ റഹ്മാനുർ റഹീം,
ബഖറ 163 ആയത്തിൽ ഇലാഹുക്കും നിങ്ങളുടെ ഇലാഹ് ഇലാഹും വാഹിദ്, ഒരൊറ്റ ഇലാഹാണ്, ഒരൊറ്റ ആരാധന. ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനുർ റഹീം. ഈ റഹ്മാനുർ റഹീം ഒക്കെ പാടെ വിശദീകരിക്കുകയാണെങ്കിൽ നേരം പലരോളം 24 മണിക്കൂറും വിശദീകരിച്ചാലും ഇതിന്റെ വിശദീകരണം ആവില്ല. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത്ര മാത്രം. അതുകൊണ്ട് ഇലാഹുക്കും നിങ്ങളുടെ ഇലാഹ് ഇലാഹും വാഹിദും, ഒറ്റ ഇലാഹ, മറ്റൊന്നിക്കും നിങ്ങൾ പോകാൻ പാടില്ല. ആരാ? ലാ ഇലാഹ ഇല്ലാഹുവ, അവനൊഴികെ ഒരു ഇലാഹില്ല. ഹുവർ റഹ്മാനുർ റഹീം, അവൻ റഹ്മാനാണ് റഹീമാണ്. റഹ്മാൻ എന്താണ്? ദുനിയാവിലെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും, വഴിപ്പെടുക്കുന്നവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ റബ്ബുൽ ഇസ്സത്ത് ഗുണം ചെയ്യും. ഇവിടെ അല്ലാഹ്ക്ക് ആരും വിഭജനമില്ല. വിശ്വസിച്ചവനാകട്ടെ വിശ്വസിക്കാത്തവനാകട്ടെ, അവനും ഇവിടെ അവൻ്റെ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ അവനും ആസ്വദിക്കാം, മുഅ്മിനും ആസ്വദിക്കാം, മുഅ്മിൻ അല്ലാത്തവൻ ആസ്വദിക്കാം, യുക്തിവാദിക്കും ഭക്തിവാദിക്കും നിരീശ്വരവാദിക്കും ഭൗതികവാദിക്കും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. കിഴക്കുന്ന സൂര്യൻ ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്ന എല്ലാ പ്രതിഭാസങ്ങളും അതൊക്കെ വേണം, ഒക്കെ കൊടുക്കും. അത് അള്ളാഹുവിൻ്റെ സൃഷ്ടി, അള്ളാഹുവിൻ്റെ ഇബാദത്ത് എന്നുള്ള നിലക്കാണ്. പക്ഷെ ഇതൊക്കെ നിർത്തി സ്റ്റോപ്പാക്കി നാളെ വിചാരണയ്ക്ക് ചെയ്യുന്ന ദിവസം ഇതൊക്കെ മാറ്റി വെക്കും. അതാണ് ആ ഇലാഹുക്കും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനുർ റഹീം. അപ്പോൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനുർ റഹീം, മഹത്തായ ഇസ്മുള്ളാഹ്. രണ്ടാമത്തെ പറഞ്ഞതായി സൂറത്ത് ആലി ഇംറാനിൽ ആദ്യം കാണാം അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അത് നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ. അലിഫ് ലാം മീം അല്ലാഹു അഅലം ബിമുറാദി ദാലിക, അല്ലാഹു ആവുന്നത് ലാ ഇലാഹ, ഇവിടെ പറഞ്ഞത് തന്നെ. ഇല്ലാഹുവ, അവനൊഴികെ ഇലാഹില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നെന്നും ജീവിക്കുന്നവനാണ്. അവനിവിടെ എന്തില്ല? ആദ്യവും അവസാനവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കണ്ടോ? വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ശരീരം ആരുടെ കൈ കൊണ്ടാണോ അവനെ തന്നെ സത്യം. ലഖദ് സഅലല്ലാഹ ബിഇസ്മിഹിൽ അഅ്ലം, ഇത് വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞതാണ്. ഒരു വ്യക്തി അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ചോദിച്ചപ്പോൾ, ഇസ്മുൽ അഅ്ലം കൊണ്ട് ചോദിച്ചപ്പോൾ, ലഖദ് സഅലല്ലാഹ ബിഇസ്മിഹിൽ അഅ്ലം, തീർച്ചയായും ആ വ്യക്തി അള്ളാഹുവിന്റെ ഇസ്മുൽ അഅ്ലം കൊണ്ട് പ്രാർത്ഥിച്ചിരിക്കുന്നു. ഇദാ ദുഇയ ബിഹിന്ന, ഇദാ ദുഇയ ബിഹിന്ന, തീർച്ചയായും അവകളെ കൊണ്ട് പ്രാർത്ഥിച്ചാൽ അജാബാവൻ ഉത്തരം നൽകും. വഇദാ സുഇല, ചോദിക്കപ്പെട്ട, വഇദാ സുഇല ബിഹി, അതുകൊണ്ട് ചോദിക്കപ്പെട്ടാൽ അഅ്ത, അവൻ നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞതാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഇലാഹുക്കും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനുർ റഹീം. അതിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനുർ റഹീം ഇസ്മുൽ അഅ്ലമിൽപ്പെട്ടതാണ്. ഇനിയുണ്ട് ഇൻഷാ അല്ലാഹ്, അടുത്ത് കുറേശ്ശെ വിശദീകരിക്കാം. അത് നമ്മൾ പറഞ്ഞു അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. നമ്മൾ എവിടെയാണ്? സൂറത്തുൽ ബഖറയിലും ആയത്തുൽ കുർസിയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചത്. അത് പറഞ്ഞല്ലോ, അതും ഇത് തന്നെയാണ്. അതും ഈ പറഞ്ഞത് തന്നെയാണ്. അതാണ് ഒരു കവി കാണാം, ഇസ്മുല്ലാഹിൽ അഅ്ലം ഇസ്തമല അല ഇസ്മിൽ ഹയ്യി വൽ ഖയ്യൂം മുഖ്തരിനാനി. ഇസ്മുല്ലാഹിൽ അഅ്ലം, അല്ലാഹുവിന്റെ മഹത്തായ ഇസ്മുൽ അഅ്ലം, ഇസ്തമല, അത് ഉൾപ്പെട്ടിരിക്കുന്നു, അല ഇസ്മിൽ ഹയ്യി വൽ ഖയ്യൂം, ഹയ്യുൽ ഖയ്യൂം എന്ന അതാ മഹത്തായ അപര ഇസ്മിന്റെ പേരിൽ. മുഖ്തരിനാനി രണ്ട് ചോദിച്ചത്, അത് രണ്ട് ചോദിച്ചതെന്നാണ് നിങ്ങൾ. ഒന്ന് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം, അത് ആയത്തുൽ കുർസിയിൽ അല്ലാഹുവായ. രണ്ടാമത് നമ്മൾ ആലി ഇംറാനിലെ അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. അപ്പൊ തന്നെ രണ്ടായത്ത്. പിന്നെ ഒന്ന് പറഞ്ഞാൽ എന്താ? സൂറത്തുൽ ബഖറയിലെ 163 ആയത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനുർ റഹീം, അല്ലേ? വഇലാഹുക്കും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനുർ റഹീം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നി അഷ്ഹദു അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻതൽ അഹദുസ് സമദുൽ ലദീ
ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇത് ഞാൻ കൊടുക്കുന്നില്ല, എല്ലാവർക്കും നമ്മൾ മുമ്പൊക്കെ ഇത് കൊടുത്തതാണ്. ഏത് ഈ നിലക്ക് കൊടുത്തിട്ടില്ല, അത് മറ്റൊരു ഹദീസിലായിക്കൊണ്ട് വന്നതാണ് ഞാൻ കൊടുത്തത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നി അഷ്ഹദു അന്നക, അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അസ്അലുക തീർച്ചയായും ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബിഅന്നി അഷ്ഹദു അന്നക തീർച്ചയായും ഞാൻ നിന്നെ കൊണ്ട് സാക്ഷ്യം വഹിച്ചു, അന്ത അല്ലാഹ് നീയാണ് അല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അന്ത നീ ഒഴികെ ഒരു ഇലാഹില്ല, അൽ-അഹദു സ്വമദു അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എങ്ങനത്തെ അല്ലാഹ് അല്ലദീ, അൽ-അഹദു സ്വമദു അഹദാണ്, അതെന്ന് പറഞ്ഞാൽ വാഹിദല്ല, ഒന്ന് എന്നുള്ള അർത്ഥമല്ല, ഒരു കാലത്തും വിഭജിക്കാൻ പറ്റാത്ത അഹദിയത്തുള്ളവൻ, അതാണ് അഹദിന്റെ അർത്ഥം. അസ്വമദു എല്ലാവരും അള്ളാഹുവിലേക്ക് ആശ്രയിക്കുന്നവൻ, അവൻ ആരിലേക്കും ആശ്രയിക്കുന്നവനല്ല. അല്ലദീ ലം യലിദ് വലം യൂലദ് അവന് ജന്മം നൽകിയിട്ടില്ല, അവന് ജന്മം നൽകിയിട്ടില്ല, അവൻ മറ്റൊരാൾക്ക് ജന്മം നൽകിയില്ല എന്ന് പറഞ്ഞാൽ ജന്മം നൽകപ്പെട്ടിട്ടുമില്ല, ജന്മം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരാള് മറ്റൊരു വ്യക്തി ജന്മം നൽകപ്പെട്ടതല്ല, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ജന്മം നൽകിയതല്ല. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അവന് തുല്യമായി ആരുമില്ല. അല്ലാഹു തആലയെ പ്രസവിച്ചതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊന്നിന് ജന്മം നൽകിയിട്ടുമില്ല, അവനൊരു വസ്തുവിനോടും തുല്യമായവനല്ല. ഇതാണ് അപ്പം നമ്മൾക്ക് വേണ്ടുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഇലാഹുക്കും ഇലാഹു വാഹിദ് എന്നുള്ള ആയത്തിൽ ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനുർ റഹീം, ലാ ഇലാഹ ഇല്ലാഹു. മറ്റൊന്ന് നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. സുഹൃത്തുക്കളെ, സമ്പത്ത് കൊണ്ട്, അതുപോലെ തന്നെ ജനവാചാലത കൊണ്ട്, ജനപിന്തുണ കൊണ്ട്, നേതൃത്വം കൊണ്ട് സമാധാനം നൽകിയുള്ള എല്ലാ സമാധാനം നഷ്ടപ്പെടുക എന്നല്ല, അതുകൊണ്ട് ഉയർന്നതായ ആത്മവിശ്വാസം, അല്ലാഹുവിലുള്ള അർപ്പണബോധം, എൻ്റെ റബ്ബിൻ്റെ മേൽ തവക്കലാക്കുക, ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് തവക്കൽ ചെയ്യാം. അള്ളാഹു അർശിന്റെ ഉടമസ്ഥനായ അള്ളാഹ്, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഇതൊക്കെ നമ്മൾ ചെല്ലുക, ഒരു ദിവസം 100 പ്രാവശ്യമെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുക. ഈ ദുആ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദ് കൊണ്ട് തുടങ്ങണം എന്നുള്ളതാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നബിൻ്റെ മേൽ നമ്മൾ എത്രയോ പ്രാവശ്യം അള്ളാഹുവിൻ്റെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയുക. രണ്ടാമതായിട്ട് നബിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുക. അപ്പോൾ ഹംദ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും തുടങ്ങിയതായിപ്പോൾ നബിൻ്റെ മേൽ 100 വട്ടം സ്വലാത്ത് ചൊല്ലിക്കോളും. എന്നിട്ട് പിന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എത്രയും വട്ടം ചെല്ലാം. ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനുർ റഹീം ഒരുപാട് പ്രാവശ്യം ചെല്ലാം. എന്നിട്ട് നമുക്ക് ഉദ്ദേശമുള്ളത് എന്താണോ, നമ്മൾ റബ്ബിൻ്റെ ദർബാറിലേക്കാണ് കൈയുയർത്തുകയാണെങ്കിൽ നമ്മൾ ദൃഢനിശ്ചയത്തോടു കൂടെ, ആത്മവിശ്വാസത്തോടു കൂടെ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു തആല ഉത്തരം നൽകും. അത് വിചാരിച്ച് നമ്മൾക്ക് ഇവിടെ നല്ല സുഖലോലഭന്മാരായി ജീവിക്കാമെന്നല്ല, നമ്മുടെ മനസ്സിൻ്റെ ശാന്തിയും സമാധാനവും എന്നും എന്നും നിലനിൽക്കുമെന്നുള്ളതാണ്. മനസ്സിലായല്ലോ? ചില ആൾക്കാർക്ക് ദുന്യാവായിരിക്കും ആവശ്യം, എന്നാൽ ചില ആളുകൾക്ക് എന്താ, ദുന്യാവിലെ എങ്ങനെയായി ആഖിറം അല്ലാഹുവേ നീ എനിക്ക് നൽകണേ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തുൻ വഖിനാ അദാബന്നാർ, അതൊക്കെ പ്രാർത്ഥനയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുക. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ദീർഘമായി കുറച്ചൊക്കെ വിശദീകരണമില്ലാതെ എന്താണ് എങ്ങനെയെന്ന് നമുക്കറിയണ്ടേ, ആ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ആസിഫ് ഇബ്നു ബർഹയുടെയും അതുപോലെ തന്നെ ബൽആമിന്റെ ബാഉറായിൻ്റെയും കഥയും പറഞ്ഞത്, അതുപോലെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും, അതുപോലെ തന്നെ അതേ രീതിയിൽ പരിശുദ്ധ ഖുർആൻ കേട്ട ആളാണ് അബൂ ലഹബ്. എന്താ ചെയ്ത് പറ്റത്തരന്താന്ന് പോയി അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ ഇബാദത്ത് അതുപോലെ തന്നെ അമല് ഇൽമ് ഒക്കെ കുറഞ്ഞ ആളുകളാണ്. നിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് ഞങ്ങൾ അതിൻ്റെ സിറാത്തുൽ മുസ്തഖീമിൽ ചേർത്ത് തരണേ റഹ്മാൻ. അള്ളാഹുവെ, മരിക്കുന്ന സന്ദർഭത്തിലാണ് ഫൈനൽ തീരുമാനം, ഇവൻ മുഅ്മിനാണോ അതല്ല മുഅ്മിനല്ലാതെയാണോ മരിച്ചു പോവുക. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നിന്റെ വഹദാനിയത്ത് അംഗീകരിച്ചുകൊണ്ട് അതിൽ ഉൾപ്പെട്ടുകൊണ്ട്
അതിൽ ദൃഢനിശ്ചയത്തോടുകൂടെ മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നമ്മുടെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് നീ നൽകണേ റഹ്മാനെ. റബ്ബേ, കുടുംബങ്ങൾ തമ്മിൽ അകന്നു നിൽക്കുന്നു, പ്രാർത്ഥിക്കണം ഉസ്താദെ എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളൊക്കെ ചില കമൻറ്റ് ബോക്സിലൊക്കെ വിട്ടിട്ടുണ്ട്. എന്നാൽ കുടുംബ ബന്ധം നമ്മൾ അങ്ങോട്ട് സലാം പറയുക, അവരിങ്ങോട്ട് മിണ്ടില്ലെങ്കിൽ അങ്ങോട്ട് സലാം പറയുക, സലാം പറഞ്ഞിട്ട് നമ്മൾ മിണ്ടിയിട്ട് പിന്നെ അവർ മിണ്ടുന്നില്ലെങ്കിൽ അവർ പോയിക്കോട്ടെ നടക്കാം. അല്ലാഹുവേ, നിന്റെ ആ മഹത്തായ കരുണ കടാക്ഷം കൊണ്ട് ആ സഹോദരന്മാരുടെ ബന്ധത്തെ നീ സ്ഥിരപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവിനെ, നിന്റെ ഖജനാവിൽ എത്രമാത്രം കരുണയും റഹ്മത്തുമാണുള്ളത്, ഞങ്ങൾക്ക് നീ വേണ്ടുവോളം നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന നിരവധി രോഗികളും രോഗിണികളൊക്കെ ഉണ്ട്. അവർക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ രോഗത്തെ നീ പൂർണ്ണമായി ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ നിരവധി ആളുകളുണ്ട്. അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ നാഥാ. യാ ഹയ്യ യാ ഖയ്യൂം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.